ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇന്നലെ വീഡിയോ ഒന്നും ഇട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന്. ഇന്ന് ഞങ്ങൾ ഒരു ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ഇടാമെന്ന് വെച്ചാൽ ആഷ്മിയുടെ ബർത്ത്ഡേ ഒക്കെ വരുന്നത്. അപ്പോൾ അവർക്കായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് പോകാമെന്ന് വിചാരിച്ച് ഇന്ന് പോകുമെന്ന് വിചാരിച്ചു. കാരണം ഇനി സ്കൂൾ തുറന്നാൽ പിന്നെ ഞങ്ങൾക്ക് പോകാനൊന്നും പറ്റത്തില്ല. നാളെ മുതൽ ക്ലാസ് ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാം റെഡിയായി നിൽക്കുകയാണ് പോകാനായിട്ട്. 21-ാം തീയതി ബർത്ത്ഡേ. അപ്പം ലോക ദുരന്ത ദിനം. പിന്നെ അപ്പം നമുക്ക് എന്നാ പോവാം. ഫർണിക്കായി പോകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പോയിട്ടില്ല. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ കടയിലെത്തി. ഇത് ഞങ്ങൾ ഒരു പുതിയ കടയിലായിരുന്നത്, സിറ്റി വെഡിങ്സ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഓപ്പൺ ആയിട്ട് 2-3 മാസം കണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ ഇതിൻ്റെ ഫസ്റ്റ് തുടക്കത്തിലൊന്ന് വന്ന് നോക്കിയായിരുന്നു. അപ്പോൾ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഇവിടെ തന്നെ വന്നത്. അപ്പം അത്യാവശ്യം നല്ല കളക്ഷനും ഡ്രസ്സൊക്കെ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് വന്ന് പിന്നെ ഞങ്ങൾ ആഷ്മിക്ക് ഡ്രസ്സ് എടുക്കാനാണല്ലോ വന്നത്. അപ്പം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഡ്രസ്സ്. ഇത് ഇപ്പം ബർത്ത്ഡേക്കുള്ളതായതുകൊണ്ടാണ് ഈ ടൈപ്പ് എടുക്കുന്നത്. പക്ഷെ ഞാൻ വിചാരിച്ചത് വല്ല പാൻറ്റ് ഉടുപ്പ് ആ മോഡൽ എടുക്കാമെന്ന്. പക്ഷേ പിള്ളേർക്ക് എപ്പോഴും ബർത്ത്ഡേക്കൊക്കെ ഇഷ്ടമെന്ന് പറയുമ്പം ഇതുപോലുള്ള കിന്നരിയും ഒക്കെ പൂവും കായും ഒക്കെ വരുന്നതല്ലേ. അതുകൊണ്ട് അത് നിർബന്ധം പിടിച്ചിരിക്കുക. അതേലെ വേണം സ്കൂളിൽ ബർത്ത്ഡേ അന്ന് മാത്രം കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുക. അപ്പോൾ ആ ഒരു ദിവസത്തെ യൂസേ ഉള്ളൂ. പിന്നെ പിന്നെ ഓരോ വർഷം ബർത്ത്ഡേക്ക് മാത്രമേ അവർക്ക് സ്കൂളിൽ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ എല്ലാം യൂണിഫോം അല്ലേ. അപ്പം ഇതുപോലൊക്കെ ശരിക്കും ഇത് പെട്ടെന്ന് അങ്ങ് ചെറുതാവുകയും ചെയ്യും. പെട്ടെന്ന് ഈ ടൈപ്പ് പാൻറ്റ് ഉടുപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അവൾക്കത് ഈ ടൈപ്പ് തന്നെ വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതേലെ ഫാൻസി ഉടുപ്പുകളൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ 1-2 പ്രാവശ്യത്തെ ഇടിയക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് എവിടോട്ടെങ്കിലും മാറി. പിന്നെ അത് ചിലപ്പോൾ മാസങ്ങൾ കഴിഞ്ഞായിരിക്കും എടുക്കുന്നത്. അപ്പോഴത്തേക്കിനും അത് ചെറുതായിട്ടുണ്ടാവും. കാരണം എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ അമ്പലങ്ങളിലൊക്കെ പോകാൻ നേരം ഉപയോഗിക്കാനായിട്ട് ചിലപ്പോൾ നോക്കുമ്പോഴത്തേനും അത് ചെറുതായിട്ടുണ്ട്. അപ്പം ഞാൻ ആവെന്ന് പറഞ്ഞാൽ നമുക്ക് പാൻറ്റ് ഉടുപ്പാകുമ്പോൾ നമുക്കത് കുഴപ്പമില്ലല്ലോ. ഇച്ചിരി വലുത് നോക്കി എടുത്താൽ കുഴപ്പമില്ലെന്ന് തന്നെ. അപ്പോൾ സ്കൂളിൽ കൊണ്ടുകൊണ്ട് തന്നെ ഇത് മതിയെന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ ഇതുപോലെ 1-2 ഉടുപ്പ് ഞങ്ങൾക്ക് ഇതുപോലെ 2-3 ഉടുപ്പ് ഞങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടപ്പെട്ടു. അതൊന്ന് ഇട്ട് നോക്കുകയാണ്. അപ്പം ഇട്ട് നോക്കി ഞങ്ങൾ ഇതിൽ നിന്ന് ഒരു സെലക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഏതാണെന്ന് അത് കാണിക്കുന്നില്ല. ഇവർക്ക് ഏതാ ചേരുന്നത്, ഏതെടുക്കണം എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഏതെടുക്കണം എന്നല്ല, ഞങ്ങൾ ഏതായിരിക്കും സെലക്ട് ചെയ്തത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്താൽ നമുക്കറിയില്ല ഇവർക്ക് ഏതാ ചേരുന്നതെന്ന്. അപ്പോൾ അവൾ തന്നെ പറഞ്ഞത് അമ്മ ഇത് കാണിക്കണ്ട, ബർത്ത്ഡേയുടെ അന്ന് ഞാൻ ഇടുമ്പോൾ എല്ലാവരും കണ്ടാൽ മതി നമ്മൾ ഏതാ എടുത്തതെന്ന് അവൾ തന്നെ ഇങ്ങോട്ട് പറഞ്ഞത് ഈ ഒരു സംഭവം കേട്ടോ. പിന്നെ അവിടെ നിന്ന് തന്നെ കുറച്ചൊക്കെ ഇട്ട് നോക്കി. അപ്പം നമ്മൾ 2 പേരുമായിട്ട് വരുമ്പോൾ ഒരാൾക്ക് മാത്രം എടുക്കുന്നത് ശരിയല്ലല്ലോ. ഞാനപ്പോൾ ലച്ചുവിനോട് പറഞ്ഞ് നീ വേണമെങ്കിൽ ഒരു ടോപ്പ് നോക്കി എടുത്തോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേ നോക്കി അവൾ എടുത്തില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ മാസം അപ്പുറത്തെ മാസം ഞാൻ കുറച്ച് ഡ്രസ്സ് വർക്ക് ഞാൻ എടുത്ത് കൊടുത്തിരുന്നേ. പറഞ്ഞതുപോലെ നമുക്ക് സ്കൂളിൽ ഉപയോഗിക്കേണ്ടാത്തതുകൊണ്ട് തന്നെ എല്ലാം കൂടെ മേടിച്ചിട്ടും കാര്യമില്ല. പിള്ളേരെയും കൊണ്ട് പോയാൽ പിന്നെ അവർ ഇതെടുക്കുന്നു പറഞ്ഞ് എല്ലാം പറക്കി ഇടിപ്പിക്കും. അപ്പം ഞാൻ പറഞ്ഞു മതി, ഇത്രയും കാണിച്ചാൽ മതി. നമ്മൾ എല്ലാം നല്ലതാട്ടോ. ഒരു നല്ല റേറ്റൊക്കെ കുറവുണ്ട്. നമ്മളിത് എടുക്കുന്നെങ്കിലും അത്യാവശ്യം റേറ്റ് കുറവുണ്ട്. 700 സംതിങ് 800 അങ്ങനത്തെ ഒരു റേഞ്ചിലുള്ള ഡ്രസ്സായി കണ്ടതല്ല. അപ്പോൾ ഈ ആഷ്മിക്ക് ഇത് ഇപ്പോൾ ഈ എടുക്കുന്ന എല്ലാം അവൾക്ക് വേണം. ഈ എടുക്കുന്ന ഉടുപ്പ് മൊത്തം അവൾക്ക് വേണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് നിന്ന് ചിണുങ്ങും. അത് ഇതിൻ്റെ ഇടയ്ക്ക് ഏതെടുത്ത് നോക്കിയാലും നല്ലതാണ്. കുറേ തൂക്കിയിട്ടപ്പോൾ ഉണ്ടായിരുന്നുണ്ട്, അതിനകത്തുനിന്ന് എടുത്തത്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മളിത് ഇട്ട് നോക്കുമ്പോൾ നല്ല രസമുണ്ട്. പിള്ളേർക്കൊക്കെ ഇത് കാണാനൊരു ഭംഗിയായിട്ട് നോക്കുമ്പോൾ. പക്ഷേ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും സ്കൂളിൽ കളർ ഡ്രസ്സ് ഇടാൻ പറ്റുമായിരുന്നെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നമ്മളത് കാശ് കൊടുത്ത് മേടിച്ചിട്ട് വെറുതെ ഒരു ദിവസത്തെ ഉപയോഗം കഴിഞ്ഞ് വീട്ടിൽ വെച്ചിരിക്കാനല്ല. പിന്നെ അങ്ങോട്ടെങ്കിലും പോകുമ്പോൾ അത് അന്ന് ഉപയോഗിക്കുന്നുള്ളല്ലോ. പക്ഷേ എനിക്കിതൊക്കെ ഇഷ്ടപ്പെട്ടു. ഈ കളറൊന്നും ഇവക്കില്ല കേട്ടോ. ഇട്ട് നോക്കിയതെല്ലാം അവൾക്ക് ചേരുന്നുണ്ടായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഇട്ട് നോക്കിയതെല്ലാം അവൾക്ക് ചേരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഓൺ വോയിസ് എടുക്കാനായിരുന്നു എനിക്കിഷ്ടം കേട്ടോ. അവിടെ വെച്ചിട്ട് തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള ഓൺ വോയിസ് തന്നെ എടുക്കാനായിരുന്നു കേട്ടോ. പക്ഷെ അപ്പോൾ അവിടെ ചെന്നപ്പം അവിടെ പാട്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് വരും വീഡിയോയ്ക്ക്. അതുകൊണ്ടാണ് പിന്നെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ലച്ചുവിനോട് ഒരെണ്ണം എടുത്തോളാൻ. പക്ഷെ അവളവിടെ ഒക്കെ നോക്കി, അവൾ മൊത്തത്തിലൊന്ന് നോക്കി. അതുകൊണ്ട് എടുക്കാം എന്നൊക്കെ മനസ്സ് വന്ന് പോയി നോക്കുക. എടുക്കാം എന്നുള്ളൊരു മനസ്സായിരുന്നു അന്നേരം. പിന്നെ നോക്കി വന്നപ്പോൾ അവൾ പറഞ്ഞു വേണ്ട, അല്ലെങ്കിൽ ഇനിയിപ്പം ഓണമൊക്കെ അല്ലേ വരുന്നത്, അന്നേരം മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആഷ്മിക്ക് മാത്രം ആ ഒരു ഉടുപ്പ് എടുത്തുകൊണ്ട് ഞങ്ങൾ ഇനി പോരുന്നത്. കാരണം കഴിഞ്ഞ മാസം ഞങ്ങൾ കുറച്ച് എടുത്തായിരുന്നേ, വീട്ടിലിടാനും ഒക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ച് ഡ്രസ്സ് അവിടെ നിന്ന് എടുത്തായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ടോ, ഫാൻസി ഐറ്റംസും എല്ലാ സംഭവങ്ങളും ഇവിടെ തന്നെ ഉണ്ട്.
അപ്പം നമ്മൾ എടുക്കുന്ന ഡ്രസ്സിന് ചേർന്ന വള, മാല, ചെരുപ്പ് എല്ലാ സംഭവങ്ങളും ഇവിടെ തന്നെ കിട്ടും. നമുക്ക് വേറെ കട അന്വേഷിച്ച് പോവണ്ട. അപ്പോൾ ഞങ്ങളതൊന്നും മേടിച്ചില്ല. അതൊക്കെ പിന്നെ പെട്ടെന്ന് വിചാരിച്ച് അപ്പോൾ ഞങ്ങൾ ഉടുപ്പും സെലക്ട് ചെയ്തുകൊണ്ട് പോകാനായിട്ടങ്ങ് ഇറങ്ങി. പിന്നെ ആഷ്മിക്ക് പിന്നെ മൂശേട്ടയാ. ആഷ്മി കണ്ട തിരിഞ്ഞു പോവും. ആഷ്മി വെച്ചാൽ ഒരു ഉടുപ്പല്ലേ എടുത്തുള്ളൂ. എന്ന് വെച്ചാൽ ഓണം, അടുത്ത മാസം ഓണം വരുമ്പോൾ വീണ്ടും നമ്മൾ ഓണത്തിനും ഡ്രസ്സ് എടുക്കുമല്ലേ. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ആ ബർത്ത്ഡേക്ക് എടുത്തുകൊണ്ട് പോയി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇത് പെട്ടിക്കകത്ത് മടക്കി വയ്ക്കും. അതാണ് സംഭവം. പിന്നെ പിള്ളേർക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ബേക്കറി കയറി, റോയൽ ബേക്കറി കയറി. അപ്പോൾ അവർക്ക് കഴിക്കാൻ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അവർ നേരത്തെ ചോറുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങോട്ട് ഇറങ്ങാൻ നേരമായിരുന്നു ഭക്ഷണം കഴിച്ചതുകൊണ്ട് എനിക്ക് വിശപ്പൊന്നുമില്ലായിരുന്നു. അപ്പം അവർക്ക് ഷാർജ വേണമെന്നും പറഞ്ഞാൽ വന്ന് ഇരുന്നത്. അപ്പം ഞാൻ പറഞ്ഞെന്നാൽ പിന്നെ പൊറോട്ടയും ചില്ലി ചിക്കനും കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ രണ്ടുപേർക്കും എന്നാൽ പിന്നെ അത് സമ്മതമാക്കിയിട്ട് നോക്കുകയാണ്. എന്നെ ഐസ്ക്രീം വേണം, അത് വേണം, ഇത് വേണം ഒക്കെ മെനു നോക്കി പറയുക. ആഷ്മിക്ക് പിന്നെ എവിടെയെങ്കിലും കയറി കഴിഞ്ഞാൽ പിന്നെ കഴിച്ചില്ലെങ്കിൽ കൂടി അവർക്ക് എല്ലാം വേണം. പക്ഷേ നമ്മൾ മേടിച്ച് കൊടുക്കുന്ന മൊത്തം കഴിക്കത്തുമില്ല. പക്ഷേ ഞാൻ എൻ്റെ പൊറോട്ടയും ചില്ലി ചിക്കനും മാത്രമേ മേടിച്ച് കൊടുത്തുള്ളൂ. അവിടെ നിന്ന് പറഞ്ഞതേ ഉള്ളൂ മിച്ചം. പിന്നെ ആഷ്മിക്ക് പിന്നെ നാളെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് സ്നാക്സ് എന്തെങ്കിലുമൊക്കെ എടുക്കാമെന്ന് കരുതി ആ സെക്ഷനിലോട്ട് പോയി കുറച്ച് സാധനങ്ങളൊക്കെ പറക്കി എടുക്കുകയാണ്. കണ്ണി കാണുന്ന ബിസ്ക്കറ്റുകളെല്ലാം മേടിച്ച് കൂട്ടുക പെണ്ണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ള സംഗതികളൊക്കെ നമ്മൾ എടുത്തിട്ട് എല്ലാം ബില്ലൊക്കെ പേ ചെയ്ത് പോരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താലേ ഞങ്ങൾക്ക് വീഡിയോ ഇടാനുള്ള ഒരു ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തന്ന് ഞങ്ങളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പം നാളെ കാണാം. ബൈ ബൈ.